നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വലിയൊരു വിമാന ദുരന്തത്തിലേക്ക് നയിച്ചേക്കാവുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചില്ലെങ്കിൽ പോലും 5 പേരാണ് അപകടത്തിൽ മരിച്ചത്. വിമാനത്തിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ നിന്ന് 400ഓളം പേരാണ് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ജപ്പാനിലെ ടോക്കിയോയിലെ ഹനഡ വിമാനത്താവളത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. എന്നാൽ തീപിടിച്ച് നീങ്ങിക്കൊണ്ടിരുന്ന വിമാനത്തിൽ നിന്ന് ഇത്രയും പേർ എങ്ങനെ രക്ഷപ്പെട്ടു എന്നത് അത്ഭുതം തന്നെയാണ്. ഇതിന് പിന്നിലെ ആ കാരണം പുറത്തു വന്നിരിക്കുകയാണ്. വിമാന കമ്പനി ജീവനക്കാരുടെ ഒരു നിർദ്ദേശമാണ് ഇത്. യാത്രക്കാർ പാലിച്ചതാണ് ഈ അത്ഭുത രക്ഷപ്പെടലിന് പിന്നിൽ. അടിയന്തര ഘട്ടത്തിൽ ലഗേജ് എടുക്കാൻ നിൽക്കാതെ വിമാനത്തിന് പുറത്തു കടക്കാനുള്ള വിമാന കമ്പനി ജീവനക്കാരുടെ നിർദ്ദേശം അക്ഷരാർത്ഥത്തിൽ യാത്രക്കാർ പാലിച്ചതാണ് ഇത്രയും പേരുടെ ജീവൻ അപകടത്തിൽ പെടാത്തതിന് കാരണം. ഇത്തരം ഘട്ടങ്ങളിൽ ലഗേജുകൾ എടുക്കാൻ നിന്നാൽ കൂടുതൽ സമയമെടുക്കും. അപ്പോഴേക്കും തീ ആളിപ്പടർന്നു കഴിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ യാത്രക്കാരുടെ ജീവൻ അപായപ്പെടാതിരിക്കാൻ സമയോചിതമായി തന്നെ വിമാന കമ്പനി ജീവനക്കാർ ഇടപെടുകയായിരുന്നു. ജപ്പാൻ എയർലൈൻസിന്റെ 516 വിമാനമാണ് കോസ്റ്റ് ഗാർഡിന്റെ വിമാനവുമായി ലാൻഡ് ചെയ്യുന്നതിനിടെ കൂട്ടിയിടിച്ചത്. ജനുവരി 2 ചൊവ്വാഴ്ചയായിരുന്നു ഈ അപകടം സംഭവിച്ചത്. 379 യാത്രക്കാരുണ്ടായിരുന്ന വിമാനം അഗ്നിക്കിരയായപ്പോഴും യാത്രക്കാരെ പുറത്ത് എത്തിക്കാൻ വിമാനത്തിലെ ജീവനക്കാർക്ക് സാധിച്ചത് ചെറിയ കാര്യമല്ല. യാത്രക്കാരെ സുരക്ഷിതരായി പുറത്തെത്തിച്ചതിൽ ക്യാബിൻ ജീവനക്കാർക്ക് വലിയ രീതിയിലാണ് പ്രശംസ ലഭിച്ചത്. തീവ്ര സമ്മർദ്ദങ്ങൾക്കിടയിലും ക്യാബിൻ ജീവനക്കാരുടെ നിർദ്ദേശം അക്ഷരാർത്ഥത്തിൽ പാലിച്ച യാത്രക്കാർക്കും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുണ്ടെന്നാണ് ഒടുവിലെത്തുന്ന റിപ്പോർട്ട് വിശദമാക്കുന്നത്. യാത്രക്കാർ ലഗേജ് എടുക്കാൻ തിടുക്കം കൂട്ടാതെ പുറത്തേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. യാത്രക്കാർ ലഗേജ് എടുക്കാനായി രക്ഷാപ്രവർത്തനത്തിനിടെ ശ്രമിച്ചിരുന്നുവെങ്കിൽ വലിയ രീതിയിലുള്ള ദുരന്തമായിരുന്നു സംഭവിക്കുകയെന്നാണ് അഗ്നിരക്ഷാസേന വിദഗ്ധർ വിശദമാക്കുന്നത്. രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലാക്കാൻ മാത്രമാണ് ലഗേജ് എടുക്കാനുള്ള ശ്രമം സഹായിക്കുകയെന്നാണ് വിദഗ്ധർ വിശദമാക്കുന്നത്. ജപ്പാനിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളത്തിലാണ് വലിയ അപകടം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ചൊവ്വാഴ്ച ജപ്പാൻ സമയം വൈകുന്നേരം 5:47 അപകടമുണ്ടായത്. വടക്കൻ ജപ്പാനിലെ ഹൊക്കൈഡോ ദ്വീപിൽ നിന്ന് 379 പേരുമായി യാത്ര തിരിച്ച ജപ്പാൻ എയർലൈൻസിന്റെ എയർബസ് A350 വിമാനം ഭൂചലനത്തിലെ ദുരിതബാധിതർക്ക് ഭക്ഷണവും മരുന്നുമായി എത്തിയ കോസ്റ്റ് ഗാർഡിന്റെ വിമാനവുമായി റൺവേയിൽ വെച്ചാണ് കൂട്ടിയിടിച്ചത്. കൂട്ടിയിടിയുടെ ആഘാതത്തിൽ ഇരു വിമാനങ്ങൾക്കും തീപിടിക്കുകയായിരുന്നു. ജപ്പാൻ എയർലൈൻസ് വിമാനത്തിൽ ഉണ്ടായിരുന്ന 8 കുട്ടികളടക്കം 367 യാത്രക്കാർ ആദ്യവും 12 ജീവനക്കാർ പിന്നാലെയുമായി കത്തുന്ന വിമാനത്തിൽ നിന്ന് സാഹസികമായി പുറത്തിറങ്ങിയിരുന്നു. എന്നാൽ കോസ്റ്റ് ഗാർഡ് വിമാനത്തിൽ ഉണ്ടായിരുന്ന 5 പേർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.